പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി പങ്കെടുക്കില്ല. നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ സുരക്ഷാ സാഹചര്യം മുൻനിർത്തിയാണ് അദ്ദേഹം ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മുജ്തബ ഖമേനി ഇസ്രയേലിന്റെ റഡാറിലാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രതിനിധിയായ ആയത്തുള്ള ഹക്കീം ഇലാഹിയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രസ്താവനകളിലൂടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിലെങ്കിലും പങ്കെടുക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഇന്ത്യ ടുഡേയുടെ ഫോറിൻ അഫയേഴ്സ് എഡിറ്റർ ഗീതാ മോഹൻ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഹക്കീം ഇലാഹി ഇറാന്റെ ഈ നിർണായക തീരുമാനം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലുമായുള്ള സംഘർഷം അതിന്റെ പരകോടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത്. ഈ സമയത്ത് രാജ്യത്തിന്റെ മുൻനിര നേതൃത്വത്തിന് നേരെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണവും മറ്റു സുരക്ഷാ ഭീഷണികളും ഉണ്ടായേക്കാമെന്ന കടുത്ത ആശങ്കയാണ് ഇത്തരമൊരു സുരക്ഷാ മുൻകരുതലിലേക്ക് ഇറാനെ നയിച്ചത്. പരമോന്നത നേതാവിന്റെ വിയോഗത്തോടെ ഇറാനിൽ വലിയൊരു ഭരണമാറ്റത്തിനുള്ള ചർച്ചകൾ സജീവമാണ്. പിതാവിന്റെ പിൻഗാമിയായി മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമായി നിലനിൽക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇറാൻ ഇപ്പോൾ ഏറെ നിർണായകമായിരിക്കുന്നത്. ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന വേദി ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ അത് രാജ്യത്തെ കൂടുതൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടുമെന്ന് ഇറാന്റെ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നു. അലി ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകൾക്ക് മുന്നോടിയായി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടാനോ രാജ്യത്തെ ആക്രമിക്കാനോ മുതിർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധഭീതിയിൽ നിൽക്കുന്ന ഈ അടിയന്തര സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി ഖമേനിയുടെ മകൻ തന്നെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതേസമയം 1989 മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുള്ള മുസവി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അന്ന് ചടങ്ങിനിടെ ആൾക്കൂട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിരുന്നു. ഇത്തവണ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇറാൻ ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ പതിവ് സംസ്കാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കാലം ചടങ്ങുകൾ നീട്ടിവെച്ചതും ശ്രദ്ധേയമാണ്. അതേസമയം ജൂലൈ 4 അമേരിക്കയ്ക്കും ചരിത്രപ്രസിദ്ധമായ ദിനമാണ്. 1776 ജൂലൈ 4 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ 250-ാം വാർഷികമാണ് ഇത്തവണ US സെമിക്വന്റെൻസേനിയൽ എന്ന പേരിൽ ആചരിക്കുന്നത്. അതേ ദിവസം തന്നെ ഖമേനിയുടെ സംസ്കാര ചടങ്ങ് നടത്താനുള്ള തീരുമാനം രാഷ്ട്രീയ സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാകാമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.